എത്രത്തോളം ആളുകളിലേക്ക് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ എത്തുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഐ എം ഡൂയിങ് ദിസ് ബിക്കോസ് ഞാൻ എൻ്റെ പ്രൊഫൈലിലൂടെ ആൺകുട്ടികൾ നേരിടുന്ന സൊസൈറ്റിയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് പല പുരുഷന്മാരും തുറന്നു പറയുമ്പോഴും അവരവരുടെ ജീവൻ അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടം എത്തുമ്പോഴൊക്കെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് പുരുഷന്മാർ സംസാരിക്കാനറിയും. ഇപ്പോൾ ഞാനടക്കം ഒരുപാട് പേര് നമുക്ക് സംസാരിക്കാറുണ്ട്. പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. ഈവൻ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന പുരുഷന്മാരുടെ എണ്ണവും കുറവാണ്. പുരുഷന്മാർ ഇതൊക്കെ തുറന്ന് പറയുന്നതും കുറവാണ്. ഞാൻ പറയുമ്പോൾ പറയണം. സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ സൊസൈറ്റിയോട് തിരിച്ച് പറയണം. എന്നാലേ നമ്മളെപ്പോലെ സഫർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും അത് തുറന്ന് പറയാനുള്ള ഒരു ഗട്സ് വരും. തുറന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പുരുഷന്മാർ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ സ്ത്രീകളടക്കം ഒരുപാട് പേര്, ഒന്നും അനുഭവിക്കാത്ത പുരുഷന്മാരടക്കം മനസ്സിലാവുള്ളൂ. അതായത് കുറേ പേരുടെ അനുഭവങ്ങളാണല്ലോ എപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവരിക. അവർ തുറന്ന് പറച്ചിലുകളാണ് മാറ്റങ്ങൾ കൊണ്ടുവരിക. ഞാനിവിടെ പറയാൻ പോകുന്നത് അനന്തു അജി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫോട്ടോയിൽ കാണുന്ന പയ്യനിട്ട ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ്. ഇത് വെറും ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റല്ല. ഈ പയ്യൻ ഇന്നില്ല. ഇവൻ സ്വയം അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. അപ്പോൾ അവൻ ഇൻസ്റ്റാഗ്രാമിൽ അവൻ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു ഷെഡ്യൂൾഡ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവൻ അവൻ്റെ ജീവിതം ഇതുപോലെ അവസാനിപ്പിച്ചു പോകുന്നു. ഇനി നിങ്ങളുടെ ഇടയിൽ ഒരു ഊഹാപോഹം വേണ്ട. ഒരു പെൺകുട്ടി കാരണം ഒരു ലവ് അഫെയർ അല്ലെങ്കിൽ എന്തെങ്കിലും കടബാധ്യത അങ്ങനത്തെ വിഷയങ്ങൾ കൊണ്ടൊന്നുമല്ല ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത്. ഞാൻ ജീവിതം അവസാനിപ്പിക്കുന്നത് ഞാൻ നേരിട്ട ഫിസിക്കൽ അബ്യൂസ്, അതും ആർ എസ് എസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിലേക്ക് എന്നെ എൻ്റെ അച്ഛൻ ചേർത്തു. ഞാൻ ആ ഓർഗനൈസേഷൻ്റെ ഭാഗമായിരുന്നു. അവിടെ നിന്ന് കുട്ടിക്കാലം മുതൽ ഞാൻ അനുഭവിച്ച മെൻ്റൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസ് പലരിൽ നിന്നും. അത് കാരണം എനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാവുന്നു, ആങ്സൈറ്റി അറ്റാക്ക് ഉണ്ടാവുന്നു, ഞാനൊരു OCD പേഷ്യൻ്റായി മാറുന്നു, ഒരുപാട് മരുന്നുകൾ കഴിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരുന്നു. ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു, എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതാണ് ആ പയ്യൻ എഴുതിയിട്ട അവൻ്റെ അവസാന വാക്കുകൾ. അതവൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചു. അതിൽ തന്നെ അവൻ പറയുന്നുണ്ട് ഒരു വീഡിയോ കൂടി വരുന്നുള്ളത്. ഇതിൽ പയ്യൻ പേരെടുത്ത് പറയുന്നില്ല ഒരു വ്യക്തിയുടെ. ഓക്കെ, എന്നെ എന്നുള്ള ഷോർട്ട് ഫോമിൽ മാത്രമാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ പയ്യൻ അതിനകത്ത് RSS സംഘടനയെ കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ പലപ്പോഴായി ഞാൻ കണ്ടിട്ടുണ്ട് മദ്രസയിൽ നടക്കുന്ന പീഡനം അല്ലെങ്കിൽ ഉസ്താദുമാരുടെ പീഡനം, ഇതൊക്കെ ന്യൂസ് വരുന്ന സമയത്ത് ഘോരമായിട്ടുള്ള ന്യൂസ് ചാനൽ ചർച്ചകളും അല്ലെങ്കിൽ അതിൽ സംസാരിക്കാൻ വരുന്ന ഒരുപാട് സംഘപരിവാർ പ്രൊഫൈലുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഇതേപോലുള്ള വിഷയങ്ങളും കൂടി നിങ്ങൾ അഡ്രസ്സ് ചെയ്യും. ഈ പയ്യന് നീതി മേടിച്ചു കൊടുക്കും എന്നുള്ളൊരു ഉറപ്പൊന്നും എനിക്കില്ല. കാരണം ഈ വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞാൽ RSSൻ്റെ അറ്റാക്ക് എനിക്കും വരും. എന്താണെങ്കിലും ആ ലെറ്ററിൻ്റെ കുറച്ച് പോർഷൻസ് ഞാനിവിടെ വയ്ക്കാം. ഓക്കെ, ആ പയ്യൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലാണ് ആ പയ്യൻ ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അനന്തു അജി എന്നാണ് ഈ പയ്യൻ്റെ പേര്. കോട്ടയം സ്വദേശിയാണ് അനന്തു അജി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഇനി ഈ പയ്യനിട്ട പോസ്റ്റിലേക്ക് വരാം. ഞാനിവിടെ ആദ്യം ഈ പയ്യനിട്ട പോസ്റ്റിൻ്റെ ഫസ്റ്റ് സ്ക്രീൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഈ പയ്യൻ ഇതിൽ കുറേ പേരോട് നന്ദി പറയുന്നുണ്ട്, കുറേ പേരോട് താങ്ക്സ് പറയുന്നുണ്ട്, കുറേ പേരോട് സോറി പറയുന്നുണ്ട്. അതൊക്കെ ഈ പയ്യനോട് ക്ലോസ് ആയിട്ട് നിന്ന നാട്ടുകാരും വീട്ടുകാരും കൂട്ടക്കാരും ഫ്രണ്ട്സും അങ്ങനെയുള്ള കുറച്ച് ആളുകളോടാണ് ഈ പയ്യൻ എത്രത്തോളം നന്ദി പറയുന്നതും സോറി പറയുന്നതും ഒക്കെ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദിസ് ലെറ്റർ മേ സീം നോൺ ലീനിയർ, സോറി ഫോർ ദാറ്റ്. അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് മെസ്സായിട്ടാണ് ഉള്ളത്. പറ്റുന്നവർ വായിക്കുക. റിട്ടൺ ഇൻ 8 സെപ്റ്റംബർ, എഡിറ്റഡ് ഇൻ 23rd September and 3rd October and partially translated in 4th October. ബാക്കി മംഗ്ലീഷിൽ ആണ്. പറ്റുന്നവർ വായിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഈ പയ്യൻ ഈ ഒരു പോസ്റ്റ് തുടങ്ങുന്നത്. അപ്പം തുടക്കത്തിൽ തന്നെ ഈ പയ്യൻ ഫാമിലി ഫ്രണ്ട്സിനോടൊക്കെ ഒരുപാട് പേരോട് സോറി പറയുന്നുണ്ട്, താങ്ക്സ് പറയുന്നുണ്ട്. ഫാമിലിയാണ് എല്ലാം. ഓക്കെ, ഫാമിലിയാണ് എല്ലാം. ആ ഫാമിലി അവന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അവന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി, പിന്നെ പാനിക് അറ്റാക്ക്, OCD ഇഷ്യൂസ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ മരുന്ന് കഴിക്കൽ, വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ,
ഈവൻ ഈ എഴുതി വെച്ച വാക്കുകളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ഹെവിനെസ്. ബിക്കോസ് ഒന്നും അത്ര സോർട്ടഡായിട്ട് ഓർഡറായിട്ടൊന്നുമല്ല. അവന് തോന്നിയതൊക്കെ അവൻ എഴുതിയിട്ടിട്ടുണ്ട്. അതിൽ തന്നെ വെരി ഇമ്പോർട്ടൻറ്റ്, അവൻ ലൈഫ് ഇതുപോലെ അവസാനിപ്പിക്കാനുണ്ടായ കൃത്യമായ കാരണം. ആൻഡ് ആ കാരണം സൊസൈറ്റി തിരിച്ചറിയണം. ഓക്കെ, RSS ശാഖകളിൽ ഇതുപോലെ കുട്ടികൾ അല്ലെങ്കിൽ അവിടെ ചെല്ലുന്നവരെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ അബ്യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അത് ഈവൻ ശാഖയ്ക്ക് അകത്തുള്ളവരാണെങ്കിൽ പോലും നിങ്ങളത് കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള ആളുകളെ സൊസൈറ്റീൻ്റെ മുന്നിൽ എക്സ്പോസ് ചെയ്യണം. അവർ കൃത്യമായിട്ടുള്ള നിയമത്തിന് മുന്നിൽ കൊണ്ടുപോയി ശിക്ഷ മേടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ കുറേ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് പറയുന്നതൊക്കെ ഈ പയ്യൻ്റെ ലൈഫിൽ കുറേ പേരോട് സോറി കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ മോസ്റ്റ്ലി പറഞ്ഞു വയ്ക്കുന്നത്. ടോപ്പ് പോർഷൻസിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പയ്യൻ പറയുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് ആദ്യം ഞാൻ നിങ്ങളെ കൊണ്ടുപോവാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, ആദ്യം തന്നെ റീസൺ പറയാം എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന്. ദാറ്റ് ഈസ് ബിക്കോസ് ഐ കാൻ ബെയർ ദിസ് ലൈഫ്. ഐ കാൻ ലീവ് ദിസ് ലൈഫ് വിത്ത് ദിസ് ഫക്കിംഗ് ആങ്സൈറ്റി ആൻഡ് ഫ്രീക്വൻറ്റ് പാനിക് അറ്റാക്സ്. And I'm committing suicide not because of any girl or love affairs or debt or anything. I am committing this because of this anxiety and depressive episodes. Also because of my medicine, I can't concentrate on my work. Felt like forgetting things and couldn't concentrate. എനിക്ക് ആരോടും ദേഷ്യമില്ല except one person and also an organization. Very important portion. The organization is RSS, രാഷ്ട്രീയ സ്വയം സേവക് സംഘം. That's my father and ബാക്കിലുണ്ട് a very good person who made me into this fucking group where I am suffering lifelong trauma from the organization and also the people, the persons. I am suffering from this is because of this fucking person and his fucking organization. എല്ലാം ഈ റൈറ്റപ്പിൽ ഉണ്ടാവും, വായിക്കാൻ പറ്റുന്നവർ വായിക്കുക. അതായത് ഒരു പേഴ്സൺ ആൻഡ് ആ പേഴ്സൺ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള RSS, രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന് പറയുന്ന RSS ഓർഗനൈസേഷൻ, ഹിന്ദു ഓർഗനൈസേഷൻ. അച്ഛനാണ് ഈ ഓർഗനൈസേഷനിലേക്ക് ഈ പയ്യനെ കൊണ്ടുപോയത്. ആ ഓർഗനൈസേഷനിൽ നിന്നാണ് അവന് ലൈഫ് ലോങ് ഈ ട്രോമ കിട്ടിയത്. ആ ട്രോമയിലേക്ക് അവനെ തള്ളിയിട്ടത് ആ ഓർഗനൈസേഷനിലെ ആളുകളാണ്, ഒരാളാണ്. ഓക്കെ, ഇതാണ് ആ പയ്യൻ എഴുതി വെച്ചിട്ടുള്ളത്. ആൻഡ് അടുത്തത് ഈ പയ്യൻ പറയുന്നത്, ഞാനൊരു റേപ്പ് വിക്റ്റമാണ്. റേപ്പ് വിക്റ്റം. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് അബ്യൂസ് നേരിട്ടിട്ടുണ്ട്. ഐ മീൻ സെക്ഷലി അബ്യൂസ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എന്നെ ഒരാൾ കണ്ടിന്യൂസ്ലി സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ RSS എന്ന സംഘടനയിൽ നിന്നും എനിക്ക് സെക്ഷൽ അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവർ ആരൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ വിൽ എക്സ്പോസ് ദ പേഴ്സൺ അബ്യൂസ് മീ വെൻ ഐ വാസ് 4 year old. എഗെയിൻ 4 വയസ്സിലൊരു ആൺകുട്ടി ഫിസിക്കൽ അബ്യൂസിനിരയാകുന്നു, സെക്ഷൽ അബ്യൂസിനിരയാകുന്നു. അതും ഇതുപോലൊരു സംഘടന അല്ലെങ്കിൽ സംഘടനയിൽ പെട്ട ഒരാളോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ. സംഘടനയൊക്കെ മാറ്റി വയ്ക്കും. 4 വയസ്സിലൊരു ആൺകുട്ടി അബ്യൂസ് ചെയ്യപ്പെടുന്നു. ലൈഫിലൊരു 10-24 വയസ്സ് വരെ ആ അബ്യൂസിൻ്റെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ടോർച്ചർ അവനെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നു. ഒരു 10-24 വയസ്സാകുമ്പോഴത്തേക്ക് അവന് പാനിക് അറ്റാക്ക് വരുന്നു, ആങ്സൈറ്റി അറ്റാക്ക് വരുന്നു. ബിക്കോസ് ഒരു ആൺകുട്ടി ഇതൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ എത്രത്തോളം സപ്പോർട്ട് കിട്ടും, എത്ര പേര് അവനെ ആശ്വസിപ്പിക്കും? ഫസ്റ്റ് ചോദ്യമായിരിക്കും, നീ ആണല്ലേ, അതൊക്കെ എന്താക്ക് വിട്, ഇതായിരിക്കും ഫസ്റ്റ് പറയാൻ പോകുന്നത്. അവിടെ ഞാൻ പറഞ്ഞു, നേരെ മറിച്ച് ഒരു സ്ത്രീയാണ് വിളിച്ച് പറയുന്നതെന്നുണ്ടെങ്കിൽ ഞാനടക്കം നമ്മളൊരു കൂട്ടം ആണുങ്ങൾ അങ്ങനെ തന്നെ പറയും. ആണുങ്ങൾ അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കും അവർക്ക് വേണ്ടി നീതി നടപ്പിലാക്കാനും നീതി മേടിച്ചു കൊടുക്കാനും. പക്ഷെ ഒരു ആണാണ് വന്നിരുന്ന് പറയുന്നത്, അയ്യേ ഈ ആണല്ല, എന്തിനാ കരയണ, അങ്ങനെ സംഭവിച്ചു വിടറ, ഈ മൂഡായിരിക്കും തിരിച്ച് പറയാൻ പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല, ചിലർക്കത് പുറത്തു വരാൻ പറ്റില്ല. I'm an OCD patient and I'm suffering from anxiety disorder, depression, issues. ഈ പാനിക് അറ്റാക്ക് എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. റിയൽ ലൈഫിൽ അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ സുഖം നന്നായി മനസ്സിലാവുന്നത്. ഐ കാൺട്ട് കോപ്പ് അപ്പ് വിത്ത് ദിസ് ലൈഫ് എനിമോർ. ദിസ് ഫക്കിംഗ് ആങ്സൈറ്റി. ഒരു കാര്യമില്ലാതെ പേടി വരുന്നു. എനിക്കറിയില്ല എന്താണെന്ന്. എല്ലാവരും പറയുന്നു എളുപ്പമാണ്, മൈൻഡ് കൺട്രോൾ ചെയ്യുക, നിൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക എന്നൊക്കെ. എനിക്ക് പറ്റണ്ടേ? ഐ കാൻ സഫർ എ പാനിക് അറ്റാക്ക് എനിമോർ. വയ്യ, മരിച്ചു പോകുന്ന അവസ്ഥയാണ്. ദാറ്റ്സ് ഇറ്റ്. അതായത്
പയ്യന് 4-5 വയസ്സുള്ള സമയത്ത് ഇവനെ സെക്ഷുവലി ആരെങ്കിലും ഉപയോഗിക്കുക, ഫിസിക്കൽ അറ്റാക്കുകൾ ഇവൻ്റെ നേരെ വരിക, അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു ട്രോമ ഉണ്ട്. അത് ലൈഫ് ലോങ്, ഇനി എത്ര മുതിർന്ന ഒരാളായി വലുതായാലും ആ സാധനം എപ്പോഴും ഒരു ഭയങ്കര ഏതെങ്കിലും വേറൊരാൾ നമ്മളടുത്ത് വരുമ്പോഴത്തേക്ക് അവർക്ക് പേടി തോന്നുന്നൊക്കെ ഇതേപോലെ അബ്യൂസിലൂടെ പോയ ആൾക്കാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതായത് എന്നോട് ഒരാൾ ഒരു വട്ടം ഷെയർ ചെയ്തതാണ്, ആ വ്യക്തി ഇതേപോലെ ചെറുപ്പത്തിൽ ആ വ്യക്തിയുടെ ഫാമിലിക്കകത്തു നിന്ന് തന്നെ അബ്യൂസ് ചെയ്യപ്പെട്ടൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഇപ്പോഴും സീൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ബാക്കിൽ നിന്നൊക്കെ പോയിട്ട് ആരെങ്കിലും ഇങ്ങനെ പോയി, ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് തന്നെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മളെ കൺമുന്നിലല്ലാത്ത സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് തൊടുക തോളത്ത് കൈയിടൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുക, നമുക്കതാ നോർമലായിരിക്കും. പക്ഷേ ഈ വ്യക്തിക്ക് എന്നെ അറിയോ, അയ്യോ എന്ന് പറഞ്ഞ് ഞെട്ടും, ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടും അവർ. അങ്ങനെ ഒരു അവസ്ഥയിൽ പോകുന്ന ഒരാളെനിക്കറിയാം. സോ ഇതെനിക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും ഈ പയ്യൻ പറയുന്നത്. ഓക്കെ, I got this fucking OCD because Pedarsh Union was sexually abusing me consistently when I was 3-4 years old. Someone near to my old house, and his name is NM. He constantly abused me, have done a lot of sexual things to my body. I was a sex tool for him. ദ സാഡ് പാർട്ട് ഈസ്, എനിക്ക് OCD ഡയഗ്നോസ് ചെയ്ത സമയത്താണ് ഈ അബ്യൂസ് ആണ് OCD ഉണ്ടാവാനുള്ള കാരണമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അത്രയും കാലം ഇത് എനിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത്. ആൻഡ് ഹി വാസ് ലൈക്ക് മൈ ബ്രദർ for years and was like a relative for my family. I'm getting suffocated when remembering that fucking smell when he penetrated into me. Not only എന്നെ RSS ക്യാമ്പിൽ വെച്ച് ഒരാൾ സെക്ഷലി യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും വെറുപ്പുള്ള ഒരു സംഘടന ഇല്ല. ഞാൻ അതിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരാൾ ആയതുകൊണ്ട് എനിക്ക് നന്നായി അറിയാം, ലൈഫിൽ ഒരിക്കലും ഒരു RSS കാരനെ ഫ്രണ്ടാക്കരുത്. നോട്ട് ഓൺലി ഫ്രണ്ട്, നിങ്ങളുടെ അച്ഛനാണെങ്കിൽ, ബ്രദറാണെങ്കിൽ, നിങ്ങളുടെ സണ്ണാണെങ്കിൽ പോലും അവരെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. അത്രയ്ക്ക് വിഷം കൊണ്ട് നടക്കുന്നവരാണ് RSS കാർ, ദ റിയൽ അബ്യൂസേഴ്സ്. ആളുടെ നെയിം ഞാൻ ഒരിക്കൽ ഓർക്കുന്നില്ല, ബട്ട് ITC ആൻഡ് OTC ഈ 2 ക്യാമ്പിൽ വെച്ച് ഞാൻ സെക്ഷൽ അബ്യൂസ് നേരിട്ട് ഉണ്ട്. നോട്ട് ഓൺലി സെക്ഷൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസും നേരിട്ടിട്ടുണ്ട്. എന്നെ കാരണം ഇല്ലാതെ അടിച്ചിട്ടുണ്ട്, അവരുടെ ദണ്ഡ ഉപയോഗിച്ച് തല്ലിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് അവർ എന്നോട് ചെയ്ത കാര്യം മാത്രമാണ്. അവർ ഒരുപാട് പേര് സെക്ഷലി ആൻഡ് ഫിസിക്കലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ ക്യാമ്പുകളിൽ നടക്കുന്നത് അബ്യൂസാണ്. ഞാൻ ഇതിൽ നിന്ന് പുറത്തു വന്നത് കൊണ്ട് ആണ് എനിക്കിത് പറയാൻ പറ്റുന്നത്. ഐ നോ എന്നെ ആരും വിശ്വസിക്കില്ല, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി പ്രൂഫ്സ്. ഞാൻ എൻ്റെ ലൈഫാണ് പ്രൂഫായിട്ട് തരുന്നത്. എനിക്ക് അത്രയ്ക്ക് വിഷമമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഞാൻ കൺഫസ് ചെയ്യുന്നത്. ഇനി ലോകത്തൊരു കുട്ടിക്കും എനിക്ക് സംഭവിച്ച പോലെ സംഭവിക്കരുത്. ലൈഫിൽ ഒരിക്കലും ഒരാളും ഒരു RSS കാരനുമായി ഇടപഴകരുത്. ഓൾസോ എന്നെ അബ്യൂസ് ചെയ്ത NM ഒരു സജീവ RSS BJP പ്രവർത്തകനാണ്. എനിക്കറിയാം, ഞാൻ മാത്രമല്ല ഇവൻ്റെ ഇര, മറ്റുള്ള പല കുട്ടികളും ഇവനെ അടുത്ത് നിന്ന് അബ്യൂസ് നേരിട്ടിട്ടുണ്ട്. ഓൾസോ ഫ്രം RSS ക്യാമ്പ് ഒരുപാട് കുട്ടികൾ ഇവരുടെ RSS ക്യാമ്പ് ആൻഡ് ശാഖ വെച്ച് അബ്യൂസ് അനുഭവിച്ചിട്ടുണ്ട്. ഇവരൊക്കെ രക്ഷപ്പെടുത്തി പ്രോപ്പർ കൗൺസിലിംഗ് കൊടുക്കുക എന്ന വളരെ ആവശ്യമായ കാര്യമാണ് ഇവൻ. കാരണം സെക്ഷൽ അബ്യൂസ് നേരിട്ടുള്ള ആളുകൾ പുറത്തു വന്ന് പറയണം എന്ന് എനിക്കുള്ളത്. കാരണം ഇവനെ പോലെയുള്ളവർ എക്സ്പോസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇവൻ ഇനിയും പലരുടെയും അബ്യൂസ് ചെയ്തിരിക്കും. അവന് ഒരു കുട്ടി ഉണ്ടായാൽ അതിനെ വരെ അവൻ അബ്യൂസ് ചെയ്യും. അത്രയ്ക്ക് വിഷമാണ്. എൻ്റെ മോനെ. അപ്പോൾ ഇതാണ് ഈ പയ്യനെ എഴുതി വെച്ചത്. ഇതൊക്കെ മീഡിയ ടേക്കപ്പ് ചെയ്യുമോ? ഇതിലൊരു അന്വേഷണം നടക്കുമോ? ഇതിൻ്റെ മുന്നോട്ടുള്ള അവസ്ഥ എന്താ? ഈ NM-മാരാ പോലീസുകാർ അതന്വേഷിക്കുമോ? ആൻഡ് ഈ പറഞ്ഞ ഇവൻ ഏത് RSS ശാഖയിലാണ് ഈ പയ്യൻ ചേർന്നത്? കോട്ടയമാണ്. അപ്പോൾ ഏത് RSS ശാഖയിലാണ് ഈ പയ്യൻ എന്നറിയില്ല. ഈ പയ്യനെ അറിയുന്ന ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവർ ദയവ് ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞു തരിക. ആൻഡ് ഇതൊക്കെയാണ് ശാഖകളിൽ നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാൻ അന്വേഷിക്കാൻ വേണ്ടേ? അന്വേഷിക്കണം. കാരണം മദ്രസയാണെങ്കിലും സംഘമാണെങ്കിലും പള്ളികളാണെന്നുണ്ടെങ്കിലും ഒക്കെ കുട്ടികളെ
മതം പഠിക്കാനും മതം പറയുന്ന പോലെ ജീവിക്കാനും ഒക്കെ അതിന് വേണ്ടിയിട്ടാണ്, ദൈവത്തിൻ്റെ വഴിയിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്കൂളിൽ പോലും വിടാതെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് മാതാപിതാക്കൾ കുട്ടികളെ വിടുന്നത്. അങ്ങനെ വിടുന്ന മാതാപിതാക്കളോടാണ് പറയുന്നത്, നിങ്ങൾ ആർക്കോ വേണ്ടി ബലിയാടാക്കാനാണ് നിങ്ങളെ കുട്ടികളെ വിടണമെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഡു ഇറ്റ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അവരുടെ മുകളിൽ എങ്ങനെ എന്ത് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കൺട്രോൾ വേണം. അവരുടെ സ്വഭാവത്തിലൊരു മാറ്റം കണ്ടു കഴിഞ്ഞാൽ, അവരുടെ നടപ്പിലോ ഇരിപ്പിലോ കിടപ്പിലോ ഒരു മാറ്റം കണ്ടു കഴിഞ്ഞാൽ, നോട്ടത്തിലോ ചിരിയിലോ സങ്കടത്തിലോ ഒക്കെ എന്തെങ്കിലും ഒരു മാറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റണം, നിങ്ങൾക്ക് അവരോട് ചോദിക്കാൻ പറ്റണം, അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റണം. പക്ഷേ അതൊന്നും ഇല്ലാതെ ഏതൊക്കെയോ മതത്തിനും രാഷ്ട്രീയത്തിനും വേണ്ടി മക്കളെ സ്കൂളിൽ വിടാതെ ഇതേപോലെ സംഘത്തിലും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ പള്ളിപ്പരിപാടിക്കോ അല്ലെങ്കിൽ മദ്രസ പരിപാടിക്കോ മദ്രസയിലൊക്കെ വിട്ടിട്ട് ലാസ്റ്റ് അവിടെയുള്ള ഇതേപോലുള്ള വൃത്തികെട്ട കുറേ എണ്ണങ്ങൾ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ പുറത്ത് പറയാൻ പറ്റാതെ പ്രഷർ കുക്കർ മാതിരി ജീവിച്ച്, ഈവൻ ഒരു മെച്ചുവറായിട്ടുള്ള ഒരു ആൺകുട്ടിക്ക് പോലും പുറത്ത് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായത്. പേടിയാണ് ആരോട് പറയാൻ. ആണായും ജനിച്ചില്ലേ, ആരോട് പോയി പോയി എന്ത് പറയും, ആണാണ്. പോയി ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ ആണല്ലടാന്ന് ആദ്യം ചോദിക്കുക. നീ എന്തിനാ കാര്യം, നീ ആണല്ലടാ. ഒരാണാണിനോടും ചോദിക്കും, ബാക്കിയുള്ളവരും ആണിനോട് ചോദിക്കും. പറയില്ല ആണുങ്ങൾ പുറത്ത് ഈ ഒരൊറ്റ ചോദ്യം കൊണ്ട്. എന്നാൽ ഈ പയ്യൻ്റെ ലൈഫ് വെച്ചിട്ടാണ് അവൻ പറയുന്നത്, ലൈഫ് കൊടുത്തിട്ടാണ് അവൻ പറയുന്നത് അവൻ അനുഭവിച്ച പ്രശ്നങ്ങൾ. ലെറ്റ്സ് സീ ഇത് കേരളം ഡിസ്കസ് ചെയ്യുമോ, കേരളത്തിലെ മാധ്യമങ്ങൾ ഡിസ്കസ് ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം.